മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം 3 മുട്ട എടുക്കണം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാനിവിടെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയുടെ വെള്ള നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയും ഈ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 3 സ്ലൈസ് ബ്രെഡാണ്. ഈ ഒരു ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് നമുക്കൊന്ന് പാലിൽ കുതിർത്തെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രെഡ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാല് ചേർത്താൽ മതി. ബ്രെഡ് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ബ്രെഡും പാലും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയിലേക്ക് ഈ ഒരു ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബ്രെഡും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. തീ കുറച്ച് വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു 3 മുട്ടയിൽ 3 എണ്ണമാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടയിൽ ഒരു സ്ലൈസ് ബ്രെഡ് ചേർത്തിട്ട് കുറച്ച് തക്കാളിയും ഇതുപോലെ കുറച്ച് സവാള ഒക്കെ ചേർത്ത് ചെയ്തെടുക്കാം. തക്കാളിയും സവാളയും ഒരുപാട് ചേർക്കരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഇതിന് തിരിച്ചിടാൻ പറ്റില്ല, ഇത് പൊട്ടിപ്പോകും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത് ചെറുതായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. ഇനി ചീസ് ചേർക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കുക. ചീസ് ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു മുട്ടയുടെ മഞ്ഞയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഇതുപോലെ 3 എണ്ണമാണ് തയ്യാറാക്കുന്നത്. തിരിച്ചിടുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ ലാസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ചീസ് പാനിൽ ഒട്ടിപ്പിടിക്കില്ല. നിങ്ങൾ ചീസ് ചേർക്കുന്നില്ലെങ്കിൽ മുട്ടയുടെ വെള്ളയുടെ ഒന്നിച്ച് തന്നെ മഞ്ഞയും മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ചെറുതായി ഒന്ന് ഈ ഒരു മുകൾ ഭാഗം വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.